ഒരു കവറും കൂടെ തരണേ, 2 കവറിനകത്താകുമ്പോഴേ പിടിച്ചോണ്ട് പോകാൻ സൗകര്യം. ആ കുഴപ്പമില്ല, ഇല്ലില്ല കുഴപ്പമില്ല, അതങ്ങ് ഉണങ്ങിക്കോളും. താമ്പഴേ ഇങ്ങനെ പിടിക്കാണ്ട് ഭയങ്കര പാടാണ്. പെണ്ടേർമാനിലായിരുന്നു, പണ്ടടമൊന്നുമല്ല. ഇപ്പോൾ സമയം 5:57, 42. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയമൊക്കെ ഉണ്ട്, നമ്മുടെ ക്യാമറയ്ക്കകത്തുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം. അവിടെ വരുമ്പോൾ ഒരു കട്ടാക്കലുണ്ട്, ബാറിൻ്റെ അവിടെ വരും. ബാറിൻ്റെ അവിടെ എവിടെയൊന്നും കണ്ടവനെ ഒന്നും കാണാൻ നടക്കുകയല്ല. കണ്ടവനെ ഒന്നും കാണാനും പിടിക്കാനും നടക്കുകയല്ല. അങ്ങനെ സാധനം വാങ്ങിക്കാൻ വന്നത്, സാധനം വാങ്ങിച്ചത് എന്തൊക്കെയാണ് കാണിക്കാൻ, ബില്ല് സൈതം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. നമ്മുടെ റെക്കോർഡ് എന്തെന്നാണ് റെക്കോർഡ് കട്ട് ചെയ്യാൻ, നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകുന്നവരെ കട്ട് ചെയ്യുന്നു പറയാന്മാർ. എന്താ കട്ട് ചെയ്യാമെന്ന് മനസ്സിലാവുന്നില്ല, കട്ടകിടുമ്പൊക്കെ. പിന്നെ ഇവിടെ ഒരു പന്ന ഒരു തേർഡ് റേറ്റ് ഉണ്ട് ഇല്ലേ, കുറിച്ചിത്തടി മണിയുടെ അവനുണ്ട്. കുറിച്ചിത്തടി മണിയുടെ ഒരു പെണ്ണുപിടിയനുണ്ട് ഇവിടെ. ഒരു പെണ്ണുപിടിയൻ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഒരു പെണ്ണുപിടിയൻ, കുറിച്ചിത്തടി മണിയുടെ ഒരു പെണ്ണുപിടിയനാണ്. അതിങ്ങനെ നടക്കുക, അതിനായിരിക്കും കട്ടാക്കുന്നത്. അതിങ്ങനെ കയറിയിരിക്കുക എങ്ങാണ്ട് കെട്ട ബാസ്റ്റേഡ്. 2 3 കെട്ടി. ഒരു എന്തുവാ മണിയമ്മയെന്ന് പറയുന്നൊരു സാറുണ്ടായിരുന്നു, അങ്ങ് കിഴക്കായിരുന്നു അവരുടെ വീട്. അവരുടെ മോക്ക് അശ്ലീല എഴുത്തായിരുന്നു അവൻ്റെ ജോലി. അശ്ലീല എഴുത്തായിരുന്നു അവൻ്റെ ജോലി. കുറിച്ചിത്തടി മണിയുടെ പെങ്ങടെ മോനവൻ. അവൻ്റെ വീട്ടിൽ 2 എണ്ണം ഉണ്ട്, 2 ആണുങ്ങളും 1 പെണ്ണും. ഇങ്ങനെ 100 ദണ്ഡം ഒഴിഞ്ഞ് കെട്ടി നടക്കും. ഇപ്പോൾ അവനിങ്ങനെ ഇതാ പരിപാടി, കണ്ട പെണ്ണുങ്ങളെയൊക്കെ കൊണ്ട് പേരുണ്ടാക്കുമായിരിക്കും കുറിച്ചിത്തടി മണിയുടെ കൂട്ട്. മണിയമ്മ സാറിൻ്റെ മോളുണ്ടായിരുന്നു ഒരു ചേച്ചി, ഞങ്ങളൊക്കെ അന്ന് കൊച്ചു പിള്ളേരാ. ആ ചേച്ചി അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ചേച്ചി ഡിഗ്രിക്കൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് ഇങ്ങനെ അശ്ലീല എഴുത്തായിരുന്നു അവൻ്റെ ജോലി. അശ്ലീലം എഴുതി വിടുമായിരുന്നു അവൻ്റെ ജോലി. കുറേ പേർക്ക് അശ്ലീലം എഴുത്തായിരുന്നു അവൻ്റെ പരിപാടി. ഭയങ്കര വിദഗ്ധനാണ് അശ്ലീലം എഴുതുന്നതിന്. പത്ത് മുട്ട മാമ. എന്തോ ഇഞ്ചിയും കൂടെ മാമ. ആൻറ്റി 100 ഇഞ്ചി.
ആൻറ്റിയുടെയൊക്കെ വീട്ടിലെ കാര്യം ആൻറ്റിയൊക്കെയാണോ അതോ അയലത്തുകാരാണോ ആൻറ്റി നോക്കുന്നത്? എന്തിനാ നമ്മുടെ വീട്ടിൽ അയലുകാർ നോക്കുന്നത്? ആ ഞങ്ങളുടെ വീട്ടിലെ കാര്യം കുറേ അയലുകാരാണ് നോക്കുന്നത്. ആ ഞങ്ങളുടെ വീട്ടിൽ കുറേ ആണുങ്ങൾ വരുന്നെന്നൊക്കെ അങ്ങ് അഭിനയിക്കുക. എന്തുവാ ആൻറ്റി ഇതൊക്കെ? ക്യാമറ ഉണ്ട്. പണ്ട് അറിയത്തില്ലയോ 5 അടിച്ചു പൊട്ടിച്ചത്? ഇത് വലിയ പണ്ടത്തെ പോലെ അങ്ങ് ശല്യം അങ്ങ് തുടങ്ങിയിരിക്കുക. കുറേ ഒരു കുട്ടൻ എന്ന് പറയുന്നവൻ സുബ്രഹ്മണ്യനെ അറിയത്തില്ലയോ? അവൻ്റെ മോനെ പാതിരാത്രിക്ക് ഇങ്ങനെ നടക്കാൻ വിട്ടിട്ടായിരുന്നു. അവനിങ്ങനെ പാതിരാത്രിക്ക് നടന്നേച്ച് തിരിച്ചു വന്ന് നമ്മുടെ വീട്ടിൽ വരിക എന്ന് കഥയുണ്ടാക്കുക. ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ അങ്ങ് അഭിനയിക്കുക. അവിടെ ഇവിടെയൊക്കെ കയറി നിന്ന് അഭിനയിക്കുക. നമ്മളെ ആരാണ്ട് കെട്ടാൻ വരുന്നു അങ്ങനെ ഇങ്ങനെ. നമുക്കറിയത്തില്ലയോ നമുക്ക് കെട്ടേണ്ടവരെ കെട്ടണേ? ഇവനൊക്കെ ആരാ നമ്മുടെയൊക്കെ ഇതാക്കാൻ? നിങ്ങൾക്ക് പണ്ട് തൊട്ട് എന്നെ അറിയത്തില്ലേ? ഞാൻ ഈ കടയിൽ കയറുമല്ലോ ആൻറ്റി. ആന്ന് ആൻറ്റിക്ക് അറിയത്തില്ലയോ? നമ്മളെ കൊണ്ട് എന്തെല്ലാം ഇതെന്നറിയാവോ? രോഗങ്ങൾ ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക. ആ നമ്മുടെ വീട്ടിൽ വ്യഭിചാരമാണ്. നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ ആൻറ്റി? വ്യഭിചാരമാണെന്നാ പറയുന്നത്. വ്യഭിചാരം എത്ര ആൻറ്റി? മുട്ടയും എത്ര മാമ? 10 മുട്ടയും ഇഞ്ചിയും. ആ 10 രൂപയ്ക്ക് എന്തോ കിട്ടും ആൻറ്റി? ഈ മുളകിന് എത്ര ആൻറ്റി? ആ ആ അത് തന്നേരും ആൻറ്റി. ആ മുളക് കൊണ്ടാട്ടാ. ഇനി ഉരച്ച് കഴുകുന്ന ആ സ്റ്റീലിന് എത്ര ആൻറ്റി? അതും കൂടെ ഒരെണ്ണം തരണേ. അതും ഇതും കൂടെ 10 രൂപ എൻ്റെ ഉണ്ട്. പിന്നെ എനിക്കങ്ങ് 50 വയസ്സായി കേട്ടോ ആൻറ്റി. അവന് എൻ്റെ വയസ്സ് അവനെന്തിനാ ആൻറ്റി പറയുന്നത്? സുബ്രഹ്മണ്യന് ഭയങ്കര രോഗം. ആൻറ്റിയുടെ വയസ്സ് നാട്ടുകാരറിയേണ്ട കാര്യമുണ്ടോ? എന്തൊക്കെ രോഗങ്ങളാണെന്നറിയാവോ? ഭയങ്കര രോഗങ്ങളാണ്. പിന്നെ നമ്മൾ ബന്ധം ഒഴിഞ്ഞ് അവനെ അറിയത്തില്ലേ? കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ ആൻറ്റിക്ക്? നമ്മൾ ബന്ധം ഒഴിഞ്ഞു അവൻ എന്തിടി അവൻ്റെ കൂടെ പോടി. പിന്നെ നിൻ്റെ കൊച്ചെന്താടി എവിടെ നിൽക്കുന്നത്? ഇതൊക്കെ ഇവനാണോ ആൻറ്റി? നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ മറ്റുള്ളവരാണോ നിങ്ങളോട് തിരക്കുന്നത്? ആ പിടിച്ചിട്ടുണ്ട്. എല്ലാം പിടിച്ചു വെച്ചിരിക്കുക. ഇനിയും 10 കൂടെ തരണോ? ആ വേണ്ട വേണ്ട. ആ ഇങ്ങനെ അങ്ങ് ഭയങ്കര അസുഖം അവന്. ആ വെക്കാം ആൻറ്റി. ഇത് ഇവിടെ മമ്മ കിറ്റുണ്ട്. ഇങ്ങോട്ട് വെച്ചാൽ മതി. വലിയ കിറ്റായി. ഇങ്ങോട്ട് വെക്കാം. ആ ശരി മമ്മ. ആൻറ്റിക്ക് അറിയത്തില്ല പണ്ട് ബിജു ഇവിടെ എന്നെ ഉപദ്രവിക്കാൻ കയറിയത്? ആൻറ്റിക്ക് അറിയത്തില്ലയോ? ഓർക്കുന്നില്ലയോ ആൻറ്റി? അല്ല ഇവിടെ ബിജു എന്ന് പറയുന്നവനെ ഈ എന്തുവാ ഇല്ല ഹരിദാസന്റെ മോൻ ഇവിടെ കയറി വന്ന് എന്നെ ഉപദ്രവിക്കാൻ കയറിയത് ആൻറ്റിക്ക് ഓർമ്മയില്ല? ആൻറ്റി പറഞ്ഞില്ലേ അങ്ങ് മോളെ പോന്ന്? ഓർമ്മയില്ലയോ? എന്നിട്ട് അപ്പോഴൊരു അപ്പൂപ്പൻ വന്ന് ഇവൻ പിന്നെ അങ്ങ് പോയി. ഇവന് മനസ്സിലായി, ആൻറ്റിക്ക് മനസ്സിലായി. ഇവനങ്ങ് പോയി. പിന്നെ എന്നിട്ട് ഇവൻ അവിടോട്ട് മാറി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അപ്പൂപ്പനൊരു വെള്ളം വാങ്ങിക്കാൻ വന്നത് ഞാൻ ആ അപ്പൂപ്പൻ്റെ കൂടെ അങ്ങ് പോയതും. കിഴക്കോട്ടാ അപ്പൂപ്പൻ. ഞാൻ ചോദിച്ചാൽ അപ്പൂപ്പൻ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ പറഞ്ഞ് കിഴക്കോട്ടാ മോളെ, അങ്ങോട്ട് കിഴക്കോട്ടാന്ന് എങ്ങാണ്ട് നടന്നു പോവാന്ന്. പിന്നെ ആ ആളുടെ കൂടെ നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോയത്. ഇങ്ങനെ അമ്മമാരുടെ ഉപദ്രവം അറിയത്തില്ലയോ? ആണോ? എനിക്കെന്താ എനിക്ക് ഇവന്മാരെ എന്നെ വെച്ചിട്ട് ഇത് അല്ല. നമ്മളെ എന്തുവാ ഈ ഇവന്മാർ നമ്മളെ വെച്ച് ഇൻഷുറൻസ് അടിക്കണം. ഞാൻ LLB പഠിച്ചല്ലയോ. അപ്പം ജോബ് ലോസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ഉണ്ട്. കോടികൾ കിട്ടും. പക്ഷേ ഇവിടെ ജോലിക്ക് പോകാൻ പറ്റിയില്ല, അതാ ഇതാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇവൻ ഇങ്ങനെ അങ്ങ് നടക്കുക നമ്മുടെ പുറകിന് ഇവന്മാരെല്ലാം കൂടെ. എൻ്റെ അനിയത്തി എന്ന് പറയുന്ന കള്ളിയുണ്ട്. അവിടെ ഭർത്താവിനെ കെട്ടി തൂക്കിയതാന്നൊക്കെ അറിയത്തില്ലയോ? അറിയാവല്ലോ. പറയുന്ന മോശമായത് അത് സത്യമാണോ അല്ലയോ? ഈ നാട്ടുകാരെല്ലാം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. ഈ സൈലന്റ് അറ്റാക്ക് എന്നാ പറഞ്ഞത്. പക്ഷെ നാട്ടുകാരെല്ലാം ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എന്നോട് ചോദിച്ച് എന്തോ പറ്റി മോടെ അനിയൻ എന്തിനാ കെട്ടിത്തൂങ്ങിയത്? ഞാൻ ചോദിച്ചാൽ എൻ്റെ അനിയൻ കെട്ടിത്തൂങ്ങാൻ എന്തുവാ? അവനങ്ങനെ കെട്ടിത്തൂങ്ങേണ്ട യാതൊരു കാര്യമില്ല. അവൻ നല്ല ഒന്നാന്തരം പഠിച്ച് ജോലി ചെയ്യുന്നവനായിരുന്നു. ആൻറ്റിക്ക് അറിയാം അവനെ. നല്ല ഒന്നാന്തരം ജോലി ചെയ്ത് പാവം പിടിച്ചോ എത്ര ദൂരത്തു പോയി ജോലി ചെയ്ത് ജീവിച്ചവനാണെന്നറിയാവോ? അവനെയൊക്കെ ഒന്ന് കെട്ടിത്തൂക്കി വെച്ച് ഇവിടെ നടക്കുക കാശൊക്കെ വാങ്ങിച്ച്. അതുപോലെ നമ്മളെയും കെട്ടിത്തൂക്കി വെച്ച് ഇവർക്ക് കാശും കൊണ്ട് നടക്കണം. ഇവർക്ക് ഡെർബാർ അടിക്കാൻ. ഇവർക്ക് ഡെർബാറിന് അങ്ങനെ അവളാ നമ്പർ 1 ശത്രു എൻ്റെ. അവളാ ഈ ചെയ്യിപ്പിക്കുന്നതെല്ലാം. ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന്.
ഇതാണ് SNDP ബിൽഡിങ്. This is my house. Here I came. നമ്മൾ കള്ളു കുടിക്കാനൊന്നും പോയതല്ല, കണ്ടല്ല സാധനങ്ങൾ വാങ്ങിച്ചേക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കൊണ്ട് കാണിച്ചു തരാം. ഓപ്പൺ ഡോർ. ഓക്കെ. അപ്പോൾ അവിടുത്തെ അവനുണ്ട് ഒരു അനിതാ കോട്ടേജിലൊരു തെമ്മാടി. അവനപ്പോൾ അവിടെ നമ്മുടെ ഫോണൊക്കെ കട്ട് ചെയ്യുന്നത് ആ തെമ്മാടിയാണ്. ഒരു അശ്ലീല എഴുത്തുകാരനുണ്ട്, ഒരു തെമ്മാടി കഴിവേറി മോനും, ഒരു തെമ്മാടി. യോ ഇല്ല. എല്ലാം ക്ലോസ്. ഓക്കെ. കവർ ഈസ് തിന്ന്. ഒരു കവറിനകത്ത് ഇട്ട് തരാൻ തുടങ്ങി. ഒരു കവറിനകത്ത് ഇട്ടിരുന്നെങ്കിൽ എപ്പോഴേ പൊട്ടിയേനെ, എല്ലാം പൊട്ടി. അവരെ ഒരു കവറിനകത്ത് ഇട്ട് തരാൻ തുടങ്ങിയോ? ഞാൻ 2 കവർ ചോദിച്ചു, അല്ലേ മുഴുവനും പൊട്ടി വഴി പോയേനെ. സാധനം വാങ്ങിച്ചത് പച്ചക്കറിയൊക്കെ എല്ലാം എന്തുവാ പോയില്ല വഴിയിൽ. അവിടെ വന്നപ്പോൾ കവർ പൊട്ടി താഴെ വീണ്. ഒരു കവർ 2 കവർ വാങ്ങിച്ചിട്ടും കൂടെ പൊട്ടിയെന്ന് പറയുക. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകുമ്പോഴേ അവിടെ അനിതാ കോട്ടേജിലെ ആ തെമ്മാടി ഉണ്ടല്ലോ, അശ്ലീല എഴുത്തുകാരൻ, ഒരു അനിതാ കോട്ടേജിൽ ഒരു തെമ്മാടി താമസിക്കുന്നില്ലേ, ഒരു ബന്ധം ഒഴിഞ്ഞവന്. അവൻ അവനായിരിക്കും നമ്മുടെ ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യുക. പലപ്പോഴും അവിടെ വരുമ്പം കട്ട് ചെയ്യുക. അവനത്തെ കഥയുണ്ടാക്കാൻ ആ തെമ്മാടി അവനിങ്ങനെ ഇരിക്കുക. തെമ്മാടിയും കണ്ട് കയറി ഇനി കഥയുണ്ടാക്കണം എങ്ങാണ്ട് തെമ്മാടിക്ക്. കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് അവൻ്റെ അമ്മാവച്ചാറില്ലേ ഇവിടെ വന്ന് കഥയുണ്ടാക്കാനിരിക്കില്ലേ പെണ്ണുങ്ങളെ കൊണ്ട്. അതുപോലെ അവനിങ്ങനെ ഇരിക്കുക പെണ്ണുങ്ങളെ കൊണ്ട് കഥയുണ്ടാക്കാനിങ്ങനെ എങ്ങാണ്ടൊരു തെമ്മാടി. സമയം 6:12. എൻ്റെ അമ്മയാണിത് കേട്ടോ, മീൻസ് വേറെ ആരുമല്ല. കണ്ടവന്മാരൊന്നും ഇവിടെ ഇല്ല. ഒരു അനിതാ കോട്ടേജിൽ ഒരു തെമ്മാടി ഇങ്ങനെ കഥയുണ്ടാക്കാൻ ഇങ്ങനെ നടക്കുക. ഇങ്ങനെ ബന്ധമൊക്കെ കഴിഞ്ഞ് വെച്ച് കുറേ ആഭാസന്മാരിങ്ങനെ നടക്കുക.